കഴിഞ്ഞ 1-2 ആഴ്ചയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ അപ്ഡേറ്റ് KTMന്റെ ഭാഗത്തു നിന്നാണ്. KTMന്റെ ഡ്യൂക്ക് 390ന്റെ വാറണ്ടി ഇപ്പോൾ അവർ കൂട്ടിയിട്ടുണ്ട്. പുതിയ കമ്പനി വാറണ്ടി 10 വർഷമാണ്. അത് ജൂൺ 30 വരെ എടുക്കുന്ന ആൾക്കാർക്കായിരിക്കും. വണ്ടി എടുക്കാൻ പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അടുത്തത് ഒരു വാറണ്ടി അപ്ഡേറ്റ് ആണ്. ട്രയംഫിൻ്റെ ആണ്. ട്രയംഫിൻ്റെ 400cc വാറണ്ടി കൂട്ടിയിട്ടുണ്ട്. സ്പീഡ് 400നും സ്ക്രാംബ്ലർ 400Xനുമാണ് 10 വർഷം വാറണ്ടി. ജൂൺ 30-നാണ് ഇതിൻ്റെയും വാലിഡിറ്റി അവർ കൊടുത്തേക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ബജാജിൻ്റെ ഫ്രീഡം 125ൻ്റെ പ്രൈസ് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 5000 റുപ്പീസാണ് വണ്ടിക്ക് ഡിസ്കൗണ്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രൈസ് 85,967 രൂപയാണ്. നാലാമത്തെ അപ്ഡേറ്റ് 2 വീലറുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2026 എല്ലാ മോട്ടോർ സൈക്കിളും ഒരു 100cc എല്ലാ മോട്ടോർ സൈക്കിളിനും ABS നിർബന്ധമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറാണ്. 2026 ജനുവരി 1 തൊട്ട് എല്ലാ മോട്ടോർ സൈക്കിളിനും ഒരു 100cc അടുത്തുള്ള എല്ലാ മോട്ടോർ സൈക്കിളിനും ABS നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഹെൽമറ്റും ഇനി നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബൈക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുപാട് ആക്സിഡൻ്റ് കേസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന നിലയ്ക്കാണ് എല്ലാ ബൈക്കിനും ABS ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. 125cc ഇപ്പോൾ ഹീറോൻ്റെ ഒരു ബൈക്കിന് മാത്രമേ ABS ഉള്ളൂ, എക്സ്ട്രീമിന്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ മോഡലിനും ഡിസ്ക് ബ്രേക്കും ഡ്രം ബ്രേക്കൊക്കെയാണ്. എല്ലാ ബൈക്ക് കമ്പനീസും ഈ ഒരു നിർദ്ദേശം പാലിക്കണം. പിന്നെ ABS വരുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷം എല്ലാ ബൈക്കിനും പ്രൈസും കൂടും. ഒരു 100cc to 125cc ബൈക്കിനൊക്കെ ഒരു 2500 to 4000 റുപ്പീസ് വണ്ടിക്ക് പ്രൈസ് കൂടും. അടുത്ത അപ്ഡേറ്റ് റോയൽ എൻഫീൽഡ് തന്നെയാണ്. എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 350ൻ്റെ പ്രൈസ് അവർ കൂട്ടിയിട്ടുണ്ട്. 2000 മുതൽ 3000 രൂപയാണ് പുതിയ മോഡലിന് പ്രൈസ് കൂടാൻ പോകുന്നത്. 1.75 ലാക്കാണ് വണ്ടീൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. അടുത്ത അപ്ഡേറ്റ് TVSൻ്റെ ഭാഗത്താണ്. TVSൻ്റെ RTR 160 220ൻ്റെയും 180ൻ്റെയും പുതിയ മോഡൽ 2025 മോഡൽ വരുന്നുണ്ട്. വണ്ടീൻ്റെ പുതിയ മോഡലിൻ്റെ ലോഞ്ച് ഉടൻ തന്നെ ഉണ്ടാവും. ഒരു OBD2 മെഷീൻ ആയിട്ടുള്ള പുതിയ എഞ്ചിനായിരിക്കും വണ്ടിക്ക്. കുറച്ച് ഫീച്ചേഴ്സും കൂടി വണ്ടിക്ക് പുതുതായിട്ട് അവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അവസാനത്തെ അപ്ഡേറ്റ് ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ബജാജിൻ്റെ പുതിയൊരു 125cc ബൈക്കും കൂടി ഇനി വരുന്നുണ്ട്. പഴയ ഡിസ്കവറിൻ്റെ ഒക്കെ ടൈപ്പിലുള്ള ഒരു 125cc ബൈക്കായിരിക്കും. വണ്ടീൻ്റെ ലോഞ്ച് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഏത് മാസമാണ് വണ്ടി ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യമൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല.